ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അതും ഇൻസ്റ്റൻ്റായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ട്. അധികമൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. നമുക്കന്ന് അതിനുള്ള ബാറ്റർ റെഡിയാക്കാം. നല്ല പൂ പോലെ സോഫ്റ്റായ ഒരു ഉണ്ണിയപ്പം നമുക്ക് നോക്കിയാൽ. ഈ ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതൊരു 2 കപ്പ് ചേർക്കുന്നുണ്ട്. അടുത്തത് 1/2 കപ്പ് മൈദ, അരിപ്പൊടി, ഒരു 1/4 ഭാഗം റവ, ഒരു നുള്ളു ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, ശർക്കര, ഇനി നമുക്കിത് കുറച്ച് ഉരുക്കിയെടുക്കണം. ഇവിടെ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തിളച്ച വാട നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഒരു ബനാന ഇവിടെ, നമ്മുടെ നാടൻ പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പഴം വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതോട്ട് കുറച്ച് എള്ളും കൂടി ഇടാം. തേങ്ങാക്കൊത്ത് ഇച്ചിരി നെയ്യിൽ വറുത്തിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ തേങ്ങാക്കൊത്തില്ല, അതുകൊണ്ട് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ നമുക്ക് കുറച്ച് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഈയും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ വെക്കാം. മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇത് ഏകദേശം ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മളത് മറിച്ചിട്ട് കൊടുക്കുന്നു.